നിയമങ്ങൾ കർശനമാകുക തന്നെ വേണം. നിങ്ങൾക്ക് പൊതുവെ ഒരു അമേരിക്കക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിപ്പി സംസ്കാരം മനസ്സിൽ വരും. അവന് ഫുട്ബോൾ കളിക്കാൻ ചെല്ലുന്നിടത്ത് ബിയറടിച്ച് ചെണ്ട കൊട്ടി തലകുത്തി മറിയുന്ന എല്ലാ അഭ്യാസവും കാണിക്കുന്ന മനസ്സിൽ വരും. നമ്മുടേതായ അച്ചടക്കങ്ങളോ കുടുംബത്തിൻ്റെതായ മൂല്യങ്ങളോ ഒന്നും ഇല്ലാത്തവനും നമ്മുടെ മനസ്സിൽ വരും. പക്ഷെ എന്തേ അവൻ്റെ ഹൈവേയിലേക്ക് റോഡിലേക്ക് ഇറങ്ങിയാൽ അവൻ ഏറ്റവും ഉദാത്തമായ ഡ്രൈവ് ഏറ്റവും ഗംഭീരമായി ഡ്രൈവ് ചെയ്യുന്ന ഏറ്റവും നിയമം അനുസരിക്കുന്നവനായി മാറുന്നത്? അവൻ്റെ പൊതുസ്ഥലത്ത് എന്തേ അവൻ ഏറ്റവും ഡീസൻ്റായി മാറുന്നത്? അവൻ്റെ വീട്ടിൽ എന്തേ അയൽവക്കക്കാരനെ ശല്യപ്പെടുന്ന ഒരു ശബ്ദം പോലും പുറത്തു വരാത്തത്? അവൻ്റെ വീട്ടിൽ നിന്ന് എന്തേ അയൽവക്കക്കാരന് ഉപദ്രവം ഉണ്ടാകുന്ന ഒരു പ്രശ്നവും വരാത്തത്? ഒന്നും വരുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പൊതുവേ. അപ്പോൾ അവനെ രൂപപ്പെടുത്തുന്ന ഒരു വിദ്യാഭ്യാസം, അവനെ പഠിപ്പിച്ച് അവൻ്റെ മനസ്സിലേക്ക് കയറ്റിയ ഒരു സിസ്റ്റം കൂടിയാണ് അത്. ആ സിസ്റ്റത്തിൻ്റെ മാത്രം ഗുണമല്ല, കർശനമായ നിയമം അവിടെയുണ്ട്. നിങ്ങൾ 2 തവണ ഡ്രൈവിംഗ് നിയമം വയലേറ്റ് ചെയ്താൽ ലൈസൻസ് ഉണ്ടാവില്ല. ഹ്യൂജ് ഫൈനാണ് അങ്ങോട്ട് വരുന്നത്. പോയിരിക്കും അത്രയും പൈസ. ഇതുപോലത്തെ കാര്യമല്ല, അവിടെ നിങ്ങൾക്ക് കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പോലും പറ്റാത്ത റെക്കോർഡുകളുമായിട്ടാണ് അവിടെ നിൽക്കുന്നത്.